ഒരു വെടിക്ക് 2 പക്ഷി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷേ എന്താണ് ഒരു വെടിക്ക് 3 പക്ഷി എന്നാണ് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം, ഇപ്പം ഡിഗ്രി ലെവൽ പ്രിലിംസ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി പഠിച്ചു തുടങ്ങിയാൽ പോലും നിങ്ങൾക്ക് പരീക്ഷ ക്ലിയർ ചെയ്യാൻ സാധിക്കും. ചിട്ടയായ പഠനമാണ് അതിന് വേണ്ടത്. ഏത് പരീക്ഷയാണെങ്കിലും ക്ലിയർ ചെയ്യണമെങ്കിൽ നമ്മൾ 3 കാര്യങ്ങൾ ചെയ്യണം അല്ലേ? സിലബസ് പഠിക്കണം, അത് റിവിഷൻ നടത്തണം, പ്രാക്ടീസ് ചെയ്യണം. ഇതാണ് നമ്മുടെ ട്രയാങ്കിൾ അപ്രോച്ച്. ഈ 3 കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ഒറ്റയടിക്ക് ഒറ്റ സ്ട്രെച്ചിൽ ചെയ്യാൻ പറ്റിയാലോ ധാരാളം സമയം ലാഭിക്കാൻ പറ്റും. നമുക്ക് പരീക്ഷയ്ക്ക് ഇനിയുള്ള സമയം കൃത്യമായി വിനിയോഗിച്ച് പ്രിലിംസ് പാസ്സായി മെയിൻസ് പരീക്ഷ എഴുതാനുള്ള യോഗ്യത നേടിയെടുക്കാൻ പറ്റും. ആ ഒരു ടെക്നിക്കാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നമുക്കിനി സമയം തീരെയില്ല. കുറച്ച് സമയം ആത്മാർത്ഥമായി നിങ്ങൾ വിനിയോഗിക്കുകയാണെങ്കിൽ പ്രിലിംസ് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും. അത് ജസ്റ്റ് ഒരു ക്വാളിഫയിങ് എക്സാം മാത്രമാണ്. കടന്നുകൂടുക എന്നുള്ളത് മാത്രമാണ് നിങ്ങളവിടെ ചെയ്യേണ്ടത്. ഓരോ മാർക്കിനും വേണ്ടിയിട്ടുള്ള ഫൈറ്റ് നിങ്ങൾ നടത്തുന്നത് മെയിൻസ് പരീക്ഷയ്ക്കാണ്. അവിടെ 1/2 മാർക്കിൻ്റെ പേരിൽ പോലും റാങ്കുകൾ വലിയ രീതിയിൽ മാറിയിരിക്കും. നമുക്കൊരു സ്ട്രാറ്റജിയിലേക്ക് പോകാം. ഇപ്പം ട്രയാങ്കിളിലേക്ക് നിങ്ങൾക്ക് വരാൻ പറ്റിയ, അല്ലെങ്കിൽ പഠിക്കാനും റിവിഷൻ നടത്താനും പ്രാക്ടീസ് ചെയ്യാനും ഒരു ഒറ്റ സ്ട്രെച്ചിൽ ചെയ്യാൻ പറ്റിയ ടെക്നിക്സാണ് നമ്മളിവിടെ പറയുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ കുറേ നോട്ട്സ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ദയവായി ടെലിഗ്രാം ചാനലിൽ നിന്നും നോട്ട്സ് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാം. ടെലിഗ്രാം ഫാമിലിയിലേക്ക് എല്ലാവരും വരിക. അത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ബെനിഫിഷ്യൽ ആവുന്നെങ്കിൽ 100% ഉറപ്പുണ്ട്. ഡെയിലി ആ ചാനലിൽ ഇടുന്ന മാതൃകാ ചോദ്യങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങളുടെ സംശയം കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ചോദിക്കാം. ഇത്തരത്തിലുള്ള റെയർ PDF-കളും നോട്ട്സും പുറത്ത് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള കണ്ടൻറ്റും ഒക്കെ നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള പ്രിലിംസ് ടെസ്റ്റ് സീരീസ് അല്ലെങ്കിൽ പ്രിലിംസ് വിന്നേഴ്സ് ബാച്ച് കുറച്ച് സമയം കൊണ്ട് നിങ്ങളെ പ്രിലിംസ് പാസ്സാക്കാൻ കേപ്പബിൾ ആക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പർപ്പസ്. ആ ബാച്ചിൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന സ്ട്രാറ്റജിയാണ് ഇനി ഈ വീഡിയോയിൽ കൂടെ പറയുന്നത്. ഇത് നിങ്ങൾ സെൽഫ് സ്റ്റഡി നടത്തുന്ന വ്യക്തിയാണെങ്കിലും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. എഗെയിൻ 13 ഫുൾ ലെങ്ത് ടെസ്റ്റുകളിൽ കൂടെ സിലബസ് സമഗ്രമായും കവർ ചെയ്ത് റിവിഷൻ നടത്തുന്ന രീതിയിലാണ് ടെസ്റ്റ് സീരീസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് ഉൾപ്പെടെയുള്ള എല്ലാ GK സബ്ജക്റ്റുകളുടെ സമഗ്രമായ സിലബസ് കവറേജും എക്സാം വരെ റിവിഷൻ ക്ലാസ്സസ് നിങ്ങൾക്ക് തരുന്നതാണ് വിന്നേഴ്സ് ബാച്ച് എന്ന് പറയുന്നത്. വളരെ അഫോർഡബിൾ ഫീസിലാണ് ഇത് സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾ സെൽഫ് സ്റ്റഡി നടത്താൻ താല്പര്യപ്പെടുന്ന വ്യക്തിയാണെങ്കിലും ഞാൻ ഈ പറഞ്ഞ വീഡിയോയിലെ സ്ട്രാറ്റജി നിങ്ങൾക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, സംഭവം ഇത്രയേ ഉള്ളൂ. ആപ്ലിക്കേഷൻ ലെവലിൽ പഠിക്കുക. ഇനി നിങ്ങൾക്ക് സിലബസ് 1 മുതൽ വായിച്ച് അത് റിവിഷൻ നടത്തി അത് പ്രാക്ടീസ് ചെയ്യാനുള്ള സമയമില്ല. നമ്മൾ റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്യുവാണ്. മാതൃകാ ചോദ്യങ്ങൾ എടുത്തു വയ്ക്കുക. അത് ഹോട്ട് ടോപ്പിക്സിൽ നിന്നുള്ള മാതൃകാ ചോദ്യങ്ങൾ. കാര്യം സിലബസ് ഒക്കെ ഇനി എപ്പം പഠിച്ച് തീർക്കാൻ അതിനുള്ള സമയമില്ല. നിങ്ങൾ പഠിച്ച് തുടങ്ങുന്ന ഒരു വ്യക്തിയാണെങ്കിൽ സിലബസ് ഫിനിഷ് ചെയ്യാനുള്ള സമയമില്ല, അതൊരു വസ്തുതയാണ്. പക്ഷേ സിലബസ് 100% ഫിനിഷ് ചെയ്തിട്ടല്ല ആരും പരീക്ഷ പാസ്സാവുന്നത്. ഞാനും പല റാങ്ക് ലിസ്റ്റുകളിൽ വന്നിട്ടുണ്ട്. ഞാൻ അടക്കമുള്ള റാങ്ക് ഹോൾഡേഴ്സ് യൂസ് ചെയ്യുന്ന സെയിം സ്ട്രാറ്റജിയാണ്. നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക. ഇപ്പം ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി, ഞാനൊരു എക്സാമ്പിളിൽ കൂടെ ഈ ഒരു ടെക്നിക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി എന്ന് പറയുന്ന ഒരു ടോപ്പിക്, അത് മിക്കവാറും പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരുന്നൊരു ഏരിയയാണ്. അപ്പോൾ അത് ഈസി ആയിട്ടുള്ളൊരു ഏരിയയാണ്, പഠിച്ച മാർക്ക് കിട്ടുന്നൊരു ഏരിയയാണ്. പക്ഷേ അവിടെ ഇതുപോലെ ചില കൊനഷ്ട ചോദ്യങ്ങൾ വരും. അപ്പോൾ നമുക്ക് ഈ ചോദ്യങ്ങൾ, മാതൃകാ ചോദ്യങ്ങൾ എടുത്ത് വെച്ച് പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ പ്രാക്ടീസിങ് എന്നൊരു എലമെൻറ്റോടെ നടക്കും. ചിലപ്പോൾ ഈ ചോദ്യങ്ങൾക്ക് തെറ്റിപ്പോവാം. തെറ്റിയാലും ശരിയായാലും നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ചോദ്യത്തിൻ്റെ ഡീറ്റെയിൽഡ് സൊല്യൂഷൻസ് വായിക്കണം. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ പറ്റി നിങ്ങൾ കൃത്യമായിട്ട് വായിക്കണം. നമ്മുടെ ടെസ്റ്റ് സീരീസിലും ഇത്തരത്തിലുള്ള ചോദ്യത്തിൻ്റെ ഡീറ്റെയിൽഡ് സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ റിവിഷൻ നടത്തണമെങ്കിൽ 13 ടെസ്റ്റ് സീരീസിലുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ പാർട്ടിൻ്റെ ചോദ്യങ്ങൾ കൂടെ പോയാൽ മതി. ഹോട്ട് ഏരിയാസ് എല്ലാം നിങ്ങൾക്ക് കവറായി കിട്ടും. എന്നിട്ട് ഈ PDF വെച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് പ്രിൻ്റ് എടുക്കാം, അല്ലാതെ എടുക്കാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞ പോലെ റിവിഷൻ നടത്താൻ പറ്റും. ആപ്ലിക്കേഷൻ ലെവലിൽ പഠിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ലേണിംഗ് സ്ട്രാറ്റജിയാണ്. ഒരു ചോദ്യം എടുത്തു വെച്ചിട്ട് അതിൻ്റെ ഉത്തരം കണ്ടെത്താനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. ആ ശ്രമത്തിൻ്റെ ഭാഗമായി നിങ്ങൾക്ക് ചോദ്യം ശരിയാവാം, ചിലപ്പം തെറ്റാം. ഇറ്റ് ഡിപ്പെൻസ്. എന്തായാലും നിങ്ങളൊരു സൊല്യൂഷൻ പാർട്ട് സമഗ്രമായിട്ട് പഠിക്കാം. ഇതിപ്പോൾ നിങ്ങൾ സെൽഫ് സ്റ്റഡി ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ PSCയുടെ മുൻകാല വർഷ ചോദ്യങ്ങൾ ഡൗൺലോഡ് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ സ്റ്റാൻഡേർഡ് ബുക്സ് ഉണ്ടെങ്കിൽ ഒരു ചോദ്യം കാണുന്നു. ആ ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു. ആ ചോദ്യം വർക്കൗട്ട് ചെയ്തിട്ട് ആ ചോദ്യം വന്ന ഭാഗം ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആവാം, അല്ലെങ്കിൽ പ്ലേറ്റ് ടെക്ടോണിക്സ് ആവാം, അല്ലെങ്കിൽ മാക്രോ ഇൻഫ്ലേഷൻ്റെ ടോപ്പിക് ആവാം. അത് സ്റ്റാൻഡേർഡ് ബുക്ക് നോക്കി അതിൻ്റെ അസോസിയേറ്റഡ് ഫാക്ടർ, അനുബന്ധ വിവരങ്ങൾ പഠിക്കാം. എന്നിട്ട് അത് നിങ്ങൾ ക്രോഡീകരിച്ച് വയ്ക്കുക. എക്സാമിന് ഒരാഴ്ച മുമ്പ് ഇത് റിവിഷൻ നടത്തുക. തകർത്ത റിവിഷൻ നടത്തുക. ഇത് മതി. കാര്യം ആപ്ലിക്കേഷൻ ലെവലിൽ പഠിക്കുമ്പോൾ തലയിൽ അത് ഇംപ്രിൻ്റ് ആയിട്ടിരിക്കും. നിങ്ങൾ ബുക്ക് വെച്ച് പഠിക്കുന്ന പോലെ അല്ല, ചോദ്യങ്ങൾ വെച്ച് പഠിക്കുമ്പോൾ വരുന്ന ടെക്നിക്ക്. നമുക്ക് ഈ ഒരു ചോദ്യം ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഓക്കെ, ഒരു 3 സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യമാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന ആശയം നമ്മൾ കടമെടുത്തത് ഓസ്ട്രേലിയയിൽ നിന്നാണ് പറയുന്നത്. അത് തെറ്റാണല്ലേ?
അപ്പം ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ തെറ്റാണോ എന്ന് കൃത്യമായി ബോധ്യം വന്നു കഴിഞ്ഞാൽ അടുത്ത സ്റ്റേറ്റ്മെൻറ്റിലേക്കല്ല പോകേണ്ടത്, ഓപ്ഷൻസിലേക്കാണ്. അപ്പം തന്നെ നമുക്ക് കുറേ എലിമിനേറ്റ് തന്നെ. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാവുമ്പോൾ തന്നെ എ പോയി, സി പോയി. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഒന്നുകിൽ ബി വരും അല്ലെങ്കിൽ ഡി വരും. രണ്ടിലും സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ ഇത് എന്തായാലും കറക്റ്റായേ പറ്റുള്ളൂ. നിങ്ങൾ അതിനെപ്പറ്റി ആലോചിച്ച് ബേജാറാവണ്ട. ഇത് തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ നോക്കിയാൽ മതി. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താ, സ്വരൺ സിംഗ് കമ്മിറ്റിയാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിൻ്റെ കാര്യത്തിൽ ഒരു റെക്കമെൻഡേഷൻ നടത്തിയത്. സ്ഥിരം PSC ചോദ്യമാണ്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താ, ഈ സ്വരൺ സിംഗ് കമ്മിറ്റി 11 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് റെക്കമെൻഡ് ചെയ്തു. 42nd അമെൻമെൻറ്റ് ആക്ട് 1976 10 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് വന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഇത് കുറച്ച് ആഴത്തിൽ പഠിക്കുന്ന സെക്ഷനാണ്. പക്ഷേ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള സൊല്യൂഷൻ ഡിസ്ക്രിപ്ഷൻ പാർട്ടിലുണ്ട്. വളരെ വിശാലമായിട്ടുള്ള സൊല്യൂഷൻസാണ് നിങ്ങൾക്ക് തരുന്നത്. ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലക്ഷ്മികാന്ത് എടുത്ത് വെച്ചിട്ട് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയുടെ ചാപ്റ്റർ വായിച്ച് നോക്കാം. നമുക്ക് എങ്ങനെ നിങ്ങൾ പഠിക്കാം. മെയിൻ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റിസോഴ്സസ് എല്ലാം എല്ലായിടത്തും ഉണ്ട്. ഇരുന്ന് പഠിക്കാനുള്ളൊരു മൈൻഡ് സെറ്റാണ് വേണ്ടത്. ഒരു ഷോർട്ട് കട്ട് വേണമെന്നുള്ള ആൾക്കാർ മാത്രം കോഴ്സിലേക്ക് വന്നാൽ മതിയാവും. പക്ഷേ മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ ഒരു കോഴ്സിൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് കുത്തിയിരുന്ന് പഠിക്കാവുന്നുള്ളതൊക്കെ. അപ്പം ഇതിൻ്റെ ഉത്തരം എന്താണ്? ഇതിൻ്റെ ഉത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ബി ആണ്. ബി. കാര്യം തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ഇനി ഇതിൻ്റെ അസോസിയേറ്റഡ് ഫാക്ടർ വായിക്കണം. ഏത് രാജ്യത്താണ് നമ്മൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി എടുക്കുന്നത്? അത് USSR കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്, റഷ്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. സ്വരൺ സിംഗ് കമ്മിറ്റിയാണ് ഇത് കൊണ്ടുവരുന്നത്. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, വർമ്മ കമ്മിറ്റി എന്താണെന്നുള്ള കാര്യം. അത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എൻഫോഴ്സ് ചെയ്യാനുള്ള നിയമങ്ങൾ കണ്ടെത്താനുള്ള കമ്മിറ്റിയാണ് വർമ്മ കമ്മിറ്റി. സ്വരൺ സിംഗ് കമ്മിറ്റിയാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് കൊണ്ടുവന്ന കമ്മിറ്റി. രണ്ട് ഡിഫറൻ്റ് ആണ്. ഇവിടെ മനസ്സിലാകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, സ്വരൺ സിംഗ് കമ്മിറ്റി 8 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് മാത്രമേ സജസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഇതൊക്കെ റാങ്ക് മേക്കിംഗ് ഏരിയാസ് ആണ്. ഇത്തരം ഏരിയാസിൽ നിന്നാണ് PSC ഇപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. നിങ്ങൾ PSC ഇതുവരെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളോടൊപ്പം അനുബന്ധ വിവരങ്ങളും പഠിക്കണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. സ്വരൺ സിംഗ് കമ്മിറ്റി 8 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് മാത്രമേ റെക്കമെൻഡ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ 42nd അമെൻമെൻറ്റ് ആക്ട് അതോടുകൂടി 10 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് വരുന്നുണ്ട് അല്ലേ? 10 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് വരുന്നുണ്ട്. യെസ്, ഒന്ന് മറിഞ്ഞു പോയി, കുഴപ്പമില്ല. 10 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് വരുന്നുണ്ട്. ഇപ്പോൾ USSRൻ്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞു, റഷ്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു. പാർട്ട് 4A ഒരൊറ്റ ആർട്ടിക്കിൾ മാത്രമുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ടാണ് പാർട്ട് 4A എന്ന് പറയുന്നത് അല്ലേ? പാർട്ട് 4A. അപ്പം പിന്നീട് നമ്മളുടെ 86th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ടോട് കൂടി ഒരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി നമ്മൾ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. 86 എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലേ, 8+6 എന്താണ്? 14 14 വയസ്സ് വരെ എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുക്കണം. ഇത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി അമെൻഡ് ചെയ്യുന്നുണ്ട്, ഫണ്ടമെൻ്റൽ റൈറ്റിന് അമെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ, നമ്മുടെ വിദ്യാഭ്യാസ അവകാശ നിയമം. അതുപോലെ തന്നെ നമ്മുടെ DPSP അമെൻഡ് ചെയ്യുന്നുണ്ട്. എല്ലാ സംഭവങ്ങളെയും ഒരേപോലെ അമെൻഡ് ചെയ്യുന്ന ഒരു അമെൻമെൻറ്റ് ആക്ട് ആയിരുന്നു 86th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ട്. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ ഇപ്പോൾ 11 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഉണ്ടല്ലേ? യെസ്, അതിൽ 11 എണ്ണമാണ് ഉള്ളത്. ഈ അഡീഷണൽ ഫാക്ടർ മാത്രം വായിച്ചാൽ പോരാ, എത്ര ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഉണ്ടെന്നുള്ള കാര്യം പഠിക്കണം. ഈ നോട്ട്സ് എല്ലാം നിങ്ങൾക്ക് ടെലിഗ്രാമിൽ ഫ്രീ ആയിട്ട് കിട്ടും, ഡൗൺലോഡ് ചെയ്തിട്ട് വെച്ച് പഠിക്കാം. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഏതൊക്കെയാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് പഠിക്കുക. ബിക്കോസ് PSC ഇപ്പം ചോദിക്കുന്നത് അറിയോ, പ്രൊമോട്ടിംഗ് വേൾഡ് പീസ് ആൻഡ് സെക്യൂരിറ്റി, ഇത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ആണോ അതോ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ആണോ? ഇങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത്. അത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിളാണ്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി അല്ല. ആർട്ടിക്കിൾ 51 അത് വരുന്നത്. ഇത് ആർട്ടിക്കിൾ 51A ആണ്. അപ്പോൾ വിശാലമായിട്ട് ഈ നോട്ട്സിൽ കൂടെ പോയാൽ നിങ്ങൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി എന്നൊരു കാര്യത്തിൽ വേറെ ഒന്നും നിങ്ങൾ റെഫർ ചെയ്യേണ്ടി വരുന്നില്ല. കൃത്യമായിട്ട് ഇത് പഠിക്കാം. ഓക്കെ. യെസ്, ടു ഡെവലപ്പ് സയൻറ്റിഫിക് ടെമ്പർ അല്ലേ, ടു സേഫ് ഗാർഡ് പബ്ലിക് പ്രോപ്പർട്ടി ആൻഡ് അബ്സർവ് വയലൻസ്. അടുത്ത കാലത്ത് PSC ചോദിച്ചത് ഏത് സമയത്തും ദേശത്തിന് വേണ്ടി പോരാടാൻ ഒരാൾ സന്നദ്ധനായിരിക്കണം എന്നുള്ളതായിരുന്നു. മൗലിക കർത്തവ്യങ്ങൾ ലിസ്റ്റ് ചോദിച്ചത്. അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയായിരുന്നു. ഏത് സമയത്തും ഏത് സാഹചര്യത്തിലൊന്നും ഇവിടെ പറയുന്നില്ല അല്ലേ. ഇവിടെ പറയുന്നത് എന്താണ്? ചെറിഷ് ദ നോബിൾ ഐഡിയാസ് ടു ഡിഫെൻഡ് ദ കൺട്രി ആൻഡ് റെൻഡർ നാഷണൽ സർവീസ് വെൻ കോൾഡ് അപ്പോൺ ടു ഡൂ സോ. അറ്റ് എനി സർക്കംസ്റ്റാൻസസ് ഒന്നും ഇവിടെ പറയുന്നില്ല. അപ്പം ഈ ഒരു ഏരിയയിൽ നിന്ന് +2 ലെവൽ, 10th ലെവൽ അല്ലെങ്കിൽ മറ്റെല്ലാ ലെവലിലും ചോദ്യങ്ങൾ വരുന്നുണ്ട്. സോ സ്മാർട്ടായിട്ട് ഇതിനെ അപ്രോച്ച് ചെയ്യാൻ ഞാൻ പറയുള്ളൂ. ഒരു ഉദാഹരണം കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ സിവിക്സ് വളരെ ബുദ്ധിമുട്ടുള്ളൊരു ഏരിയ ആണ് റിവിഷൻ നടത്താനായിട്ട്. സിവിക്സിൻ്റെ ആ ഒരു ഏരിയ എന്ന് വരുന്നിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പരിശീലിച്ച് നോക്കാം. നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ് നമുക്ക് വരാൻ വളരെയധികം സാധ്യതയുള്ളൊരു ചോദ്യമാണിത്. കാരണം ഇത് കറണ്ട് അഫെയർസിലുണ്ട്. നമ്മുടെ ഭരണഘടനയിലെ ഏറ്റവും അവസാനത്തെ ഭേദഗതികളിൽ ഒന്നായിരുന്നു ഇതല്ലേ. ഞാൻ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ പറയും ബാക്ക്വേർഡ് ക്ലാസ് അല്ലേ, ബി എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ ആൽഫബറ്റ് ആണ് ഇംഗ്ലീഷിലെ. ഇത് 102ാമത്തെ അമെൻമെൻറ്റ് ആക്ട് ആയിരുന്നു.
ഇതിൻ്റെ ആർട്ടിക്കിൾ എന്താ? അതും 338B ആണ്. 8 കണ്ടാലും B പോലെ ഇരിക്കില്ലേ? അപ്പം ഇങ്ങനെ കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക. അപ്പം നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ് ഒന്നാമത്തെ പ്രസ്താവന എന്താ? ഇത് മണ്ഡൽ കേസിൻ്റെ വെർഡിക്റ്റിലാണ് വന്നത് അല്ലേ? ബാക്ക്വേർഡ് ക്ലാസസ് കമ്മീഷൻ്റെ ഒക്കെ ചരിത്രം നമ്മൾ പഠിക്കുന്നതാണ്. ഇത് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. 102ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ ആക്ട്. അപ്പോൾ അത് 2018 19 എന്നൊക്കെ കൺഫ്യൂഷൻ വരും. 18 തന്നെയാണ്. അപ്പോൾ 2 സ്റ്റേറ്റ്മെൻറ്റ് ആക്ച്വലി ഇവിടെ കറക്റ്റ് ആണല്ലേ? 2 സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ കറക്റ്റാണ്. പക്ഷേ ഇവിടുന്ന് ഈ കമ്മീഷൻ്റെ ഫങ്ഷൻസ് ഭാവിയിൽ ചോദിച്ചാലോ? അപ്പോൾ ആപ്ലിക്കേഷൻ ലെവലിൽ പഠിച്ചുകൊണ്ട് 2 സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. എഗെയിൻ നിങ്ങൾ ഈ ചോദ്യം നിങ്ങൾക്ക് ഒന്നുകിൽ ശരിയാവാം അല്ലെങ്കിൽ തെറ്റാവാം. പക്ഷേ ഈ ചോദ്യത്തിൻ്റെ സൊല്യൂഷൻസ് കാണാതെ പഠിക്കുന്നത് റിവിഷൻ നടത്തുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ സേഫാണ്. ഈ പറഞ്ഞ പോലെ ആ ഒരു ഏരിയയിൽ നിന്ന് ഏത് ചോദ്യം വന്നാലും നിങ്ങൾ സേഫാണ്. നിങ്ങൾ ചോദ്യം കാണുന്നു, അതിനെ മെറ്റീരിയൽ വെച്ച് പഠിക്കുക. നമുക്ക് ലക്ഷ്മികാന്തോ ബിപിൻ ചന്ദ്രയോ സ്പെക്ട്രോ റാങ്ക് ഫയലിൻ്റെ കയ്യിലുള്ള സംഭവം വെച്ച് പഠിച്ചാലും മതി. പക്ഷേ ആ ഒരു മെറ്റീരിയൽ തന്നെ മൾട്ടിപ്പിൾ ടൈംസ് റിവിഷൻ നടത്തുക എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ടാസ്ക്. ആ ഒരു ട്രയാങ്കിളിലേക്ക് വരാൻ പറ്റിയ ഒരു അപ്രോച്ച് അതാണ്. ഇപ്പം ബാക്ക്വേർഡ് ക്ലാസസ് കമ്മീഷൻ്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫങ്ഷൻസ് ചെയ്ത് നമുക്ക് ചോദ്യങ്ങൾ വരാൻ വളരെയധികം സാധ്യതയുണ്ടല്ലേ? ഇവർ ബാക്ക്വേർഡ് ക്ലാസ്സിൻ്റെ കാര്യങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നു, അത് നിരീക്ഷിക്കുന്നുണ്ട്, മോണിറ്റർ ചെയ്യുന്നു, ഗവൺമെൻറ് ഒരു റെക്കമെൻഡേഷൻ കൊടുക്കുന്നു. ഇത് ക്വാസി ജുഡീഷ്യൽ ഫങ്ഷൻസ് ഇവർ പലതും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ന്യൂസ് പേപ്പേഴ്സിൽ സ്ഥിരമുള്ളൊരു സംഭവമാണിത്. സോഷ്യോ എക്കണോമിക് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള സ്കീംസിൻ്റെ കാര്യത്തിൽ അവർ ബ്രെയിൻ സ്റ്റോമിങ് നടത്തുന്നു, NGOസിനെ പ്രൊമോട്ട് ചെയ്യുന്നു, പല പല കാര്യങ്ങൾ ഇവർ ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ ഈ രീതിയിൽ ആപ്ലിക്കേഷൻ ലെവലിൽ നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് പഠനം കൊണ്ടുപോകാം. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ച് തലയൊക്കെ ഇങ്ങനെ ഫ്രൈഡ് ആയിട്ടിരിക്കുമ്പം ഒരു 10 ചോദ്യങ്ങൾ എടുത്ത് വർക്കൗട്ട് ചെയ്ത് നോക്കിയേ, തലച്ചൊന്ന് റീഫ്രഷ്ഡ് ആവും. നമുക്കൊരു പ്രോബ്ലം സോൾവിങ് അപ്രോച്ച് വന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ എളുപ്പമാണ്. നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കുത്തിരുന്ന് വായിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങളൊരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ അത് തലച്ചോറ് ഒന്ന് എനർജൈസ് ചെയ്യും. ഡ്രൈഡ് ആയിട്ട് ഇങ്ങനെ തലച്ചോറ് ഒന്ന് നല്ല രീതിയിൽ പവർഫുൾ ആവും. അപ്പോൾ നിങ്ങൾ ചോദ്യവും ഉത്തരവും റിവിഷൻ നടത്തി പോയാലും ആ ഒരു ട്രയാങ്കിളിനുള്ളിലേക്ക് വരാനുള്ള ഒരു പ്രോബബിലിറ്റിയും കപ്പാസിറ്റിയും വളരെയധികം കൂടും എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. ഇപ്പോൾ എക്സാംസ് ഹൈലി കോമ്പറ്റീറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ് എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തെ ബെൽ ബട്ടൺ നമുക്ക്. കാര്യം എത്രയും പെട്ടെന്ന് നമുക്ക് കിട്ടുന്ന കണ്ടൻറ്റുകൾ പഠിച്ചെടുക്കുന്നോ അത്രയും നേരത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ പറ്റും. എഗെയിൻ ഈ ഒരു മെത്തഡോളജി, ഈ ഒരു ട്രയാങ്കിൾ അപ്രോച്ചിലേക്ക് നിങ്ങൾക്ക് വരാനുള്ള ഈ ഒരു സ്ട്രാറ്റജി നിങ്ങളുടെ മാർക്ക് ഏതെങ്കിലും രീതിയിൽ കൂട്ടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നിങ്ങളുടെ സ്നേഹവും കാര്യങ്ങളൊക്കെ കമൻസിൻ്റെ രൂപത്തിൽ ലൈക്സിൻ്റെ രൂപത്തിൽ തരിക കേട്ടോ. ബിക്കോസ് നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിന് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു സ്ട്രാറ്റജി യൂസ്ഫുൾ ആയെങ്കിൽ അതെന്തായാലും ഞങ്ങൾ അറിയിക്കാം. സോ എപ്പോഴും പറയുന്നത് പുഷ് ദ കോമ്പറ്റീഷൻ. നിങ്ങളായിരിക്കണം കോമ്പറ്റീഷൻ പുഷ് ചെയ്യേണ്ടത്. ഒരു മത്സരാർത്ഥി മാത്രമായിട്ടിരിക്കാതെ കോമ്പറ്റീഷൻ പുഷ് ചെയ്യുന്ന വ്യക്തിയായിട്ട് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കായി റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിക്കോളും.